നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമ ബംഗാൾ. 42 സീറ്റുകളാണ് പശ്ചിമ ബംഗാളിലുള്ളത്. അവിടെ വർഷങ്ങളായിട്ട് CPM-ന്റെ വലിയ രീതിയിലുള്ള ഒരു ഭരണം ഉണ്ടായിരുന്ന, അവർക്ക് ഏകപക്ഷീയമായിട്ട് വിജയിച്ചു പോരാൻ സാധിച്ചിരുന്ന ഒരു സംസ്ഥാനം തന്നെയായിരുന്നു. പ്രധാനമായിട്ട് കേരളം അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ, ത്രിപുര ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP-മാരാണ് പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. അത് ഏറ്റവും കൂടുതൽ ബംഗാളിൽ തന്നെയായിരുന്നു. പക്ഷെ ഇടക്കാലത്ത് വെച്ച് CPM-ന്റെ ഭരണം നഷ്ടപ്പെടുകയും പിന്നീട് അത് തൃണമൂൽ കോൺഗ്രസിന്റെ കൈകളിലായി. മമതാ ബാനർജി പശ്ചിമ ബംഗാൾ അടക്കി വാണ് ഭരിക്കുന്ന സമയത്താണ് BJP-യുടെ ഒരു ഉദയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തന പദ്ധതികൾ പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ശക്തമായിട്ട് താഴെ തട്ടിലേക്ക് ഇറക്കി കൊണ്ടുവരാനും മമതാ ബാനർജി നടത്തുന്ന വലിയ അഴിമതിയും ഭരണത്തിലെ കെടുകാര്യസ്ഥതയും വികസനമില്ലായ്മയും സാമ്പത്തികമായിട്ടുള്ള മുരടിപ്പും അതോടൊപ്പം തന്നെ നിരവധി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രാഷ്ട്രീയ ആക്രമണങ്ങൾ അത് നിരന്തരമായിട്ട് BJP അല്ലെങ്കിൽ BJPക്ക് പുറമെയുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരെയും നേതാക്കന്മാരെയും കൊന്നു തള്ളുന്ന നിലപാട് തന്നെയാണ് മമതാ ബാനർജി എടുത്തിരിക്കുന്നത്. ഓരോ ഇലക്ഷൻ സമയത്തും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ നടത്തുന്ന കൊലപാതകങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ആ വാർത്തയിൽ നിന്ന് വ്യക്തമാകും എത്രത്തോളം വലിയ രാഷ്ട്രീയ ഗുണ്ടായുസമാണ് മമതാ ബാനർജി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാനത്ത് നടന്നു. ഒരു തലത്തിൽ പോലും അല്ലെങ്കിൽ ഒരു രീതിയിൽ പോലും ഇതിനെയൊന്നും തള്ളിപ്പറയാനോ തങ്ങളുടെ പ്രവർത്തകർ നടത്തുന്നത് ഈ അക്രമം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ഒന്ന് പശ്ചാത്തപിക്കാനോ പോലും തയ്യാറാകാത്ത രീതിയിലുള്ള നിലപാടെടുക്കുന്ന ഒരു സ്ത്രീ രാക്ഷസീയമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ മമതാ ബാനർജി എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. പക്ഷെ അതിനെല്ലാം കൃത്യമായിട്ടുള്ള തിരിച്ചടി കഴിഞ്ഞ 5 വർഷം കൊണ്ട് മമതാ ബാനർജിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 2019 ഈ 42 സീറ്റുകൾ ഉള്ള ബംഗാളിൽ 18 സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് BJP ഒരു ശക്തമായിട്ടുള്ള ഒരു പോരാട്ടമാണെന്ന് കാഴ്ചവെച്ചു. 22 സീറ്റുകൾ മാത്രം തൃണമൂൽ കോൺഗ്രസിന് ലഭിക്കുന്നു. അതിൽ 2014 അവിടെ ഉണ്ടായിരുന്ന 35 സീറ്റുകളിൽ നിന്ന് 22 സീറ്റുകളിലേക്ക് തൃണമൂൽ കോൺഗ്രസിന് ചുരുങ്ങേണ്ടി വന്നു. ഇത്തവണ NDTV ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന സർവേ പ്രകാരം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മുന്നേറ്റം രാജ്യത്ത് BJP നടത്തുന്നു. ആ നടത്തുന്നതിൽ പ്രധാനമായിട്ട് ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. ബംഗാളിലെ ഈ 42-ൽ 31 സീറ്റുകൾ BJP ഇത്തവണ പിടിച്ചെടുക്കുമെന്നുള്ള സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത്. 31 സീറ്റുകൾ BJP ബംഗാളിൽ പിടിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ സംവിധാനങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ട് BJP വലിയൊരു മുന്നേറ്റവുമായിട്ട് അവിടെ ബംഗാൾ പിടിച്ചെടുക്കുമെന്നുള്ളത് യാതൊരു തർക്കമില്ല. അതിന് ഏറ്റവും പ്രധാനമായിട്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ വലിയ നേട്ടം ഉണ്ടാക്കുക എന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സുവേന്ദു അധികാരി അടക്കമുള്ള പശ്ചിമ ബംഗാളിലെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം പ്രധാനപ്പെട്ട ആ ഒരു ലക്ഷ്യം ഇപ്പോൾ ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ട് അത് വ്യക്തമാവുകയാണ്. ആ വ്യക്തമാകുന്ന സാഹചര്യത്തിൽ മമതാ ബാനർജി എന്ന് പറയുന്ന രാഷ്ട്രീയ ക്രൂരതയുടെ പ്രതിച്ഛായ അല്ലെങ്കിൽ ക്രൂരതയുടെ മുഖത്തിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി, അവരുടെ നെഞ്ച് പിളർത്തുന്ന രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പരാജയം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വിധിയാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന. തർക്കമില്ല. മോദിയെ നിരന്തരമായിട്ട് കള്ളത്തരങ്ങൾ പറഞ്ഞ് അപമാനിക്കുക, ഇസ്ലാമിക ഭീകരവാദികളെ കൃത്യമായിട്ട് പിന്തുണക്കുക, ഷാജഹാൻ ഷെയ്ഖ് അടക്കമുള്ള അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ തൊട്ടടുത്ത ഇസ്ലാമിക് രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലെ ഭീകരവാദ സംഘടനകളുമായിട്ട് പോലും വലിയ തരത്തിൽ ബന്ധമുള്ള റോഹിംഗ്യൻ മുസ്ലിംസിനടക്കം പാലൂട്ടി വളർത്തുന്ന, അവരെ ഗുണ്ടായുസത്തിനും കലാപത്തിനും വേണ്ടി മാത്രം നിരന്തരമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഭീകരവാദ രാജ്യവിരുദ്ധ ശക്തികൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന ഷാജഹാൻ ഷെയ്ഖ് അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട് EDയെ പോലും ആക്രമിക്കുന്നു. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഭൂമിയും വീടും പട്ടയവും എല്ലാം പിടിച്ചെടുത്ത് അതെല്ലാം ഒരു ഏക വ്യക്തിയുടെ പേരിലാക്കുക എന്നുള്ള നയത്തോടു കൂടി പോകുന്ന ഇതുപോലെയുള്ള CPM-ൽ പ്രവർത്തിച്ചിരുന്ന ഗുണ്ടകളെ ഇങ്ങോട്ട് കടം വാങ്ങി ഇവിടെ അവരെ തീറ്റിപ്പോറ്റി പാലൂട്ടി വളർത്തി നിരന്തരമായിട്ട് തങ്ങളുടെ അധികാരം ഏത് വിധേനയും ഇവിടെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ള മമതാ ബാനർജിയുടെ നിലപാടിനെ കൃത്യമായിട്ട് അടിവേരിറക്കുന്ന പോലത്തെ ഉള്ള ഒരു കലാപരിപാടിയാണ് ഇപ്പോൾ BJP ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ BJP ലക്ഷ്യം വെക്കുന്ന സീറ്റുകൾ 400 എന്നുള്ള സീറ്റുകളുടെ എണ്ണത്തിലേക്ക് ഇത്തവണ പശ്ചിമ ബംഗാളും അതിൽ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം വഹിക്കുന്നു. ഉത്തർപ്രദേശ് അടക്കമുള്ള 80-ൽ 74 സീറ്റുകളും നേടിയെടുക്കും UP-യിൽ അടക്കമുള്ള സർവേകൾ
സർവേകൾ നിരന്തരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോ സർവേ വരുമ്പോഴും ഇവിടെ മീഡിയ വൺ അടക്കമുള്ള ചാനൽ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് അടിപതറും. ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് അടിപതറി കഴിഞ്ഞാൽ ബി ജെ പി എങ്ങനെയാണ് അധികാരത്തിൽ വരിക? മിസ്റ്റർ മീഡിയ വണ്ണിലെ ഈ പറയുന്ന കള്ളത്തരങ്ങൾ മാത്രം, വിടുവായത്തം മാത്രം പറയുന്ന മാധ്യമ പ്രവർത്തകരെ ഒരേ ഒരു വിഷയം മാത്രമുള്ളൂ. നമ്മുടെ രാജ്യത്ത് ബി ജെ പി ഏറ്റവും കൂടുതൽ സീറ്റുകൾ പിടിക്കുന്ന ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. അപ്പൊ അവിടെ വീഴ്ച സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ഇത്രയും ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാവരും എന്താണ് വീക്ഷിക്കേണ്ടത്? രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന്. അപ്പൊ തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞാൽ 400 എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നാണോ, അല്ലെങ്കിൽ 272 എന്ന് പറയുന്ന ആ ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ സാധിക്കില്ല എന്നോ? അപ്പൊ എന്താണെന്നുള്ളത് ഉറപ്പിച്ച് പറയണം. എവിടെയാണ് തിരിച്ചടി കിട്ടുന്നത്? ഹരിയാനയിലാണോ? ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തുള്ളത് 10 സീറ്റുകളാണ്. ആ 10ൽ 8 സീറ്റുകളും ബി ജെ പി നേടുമെന്നുള്ള സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ രാജസ്ഥാനാണ്. 25 സീറ്റുകളുള്ള രാജസ്ഥാനിൽ 25 സീറ്റും പിടിച്ചെടുക്കുമെന്നുള്ള രീതിയിലുള്ള നിലപാടുകൾ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം രാജസ്ഥാനിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടൊരു പുതുമുഖമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്രത്തോളം വലിയ രീതിയിൽ ഒരു സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് രാജസ്ഥാൻ ബി ജെ പി ഘടകം അല്ലെങ്കിൽ ദേശീയ ബി ജെ പി ഘടകം അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക, നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ആളുകളെ അല്ലെങ്കിൽ പ്രത്യേക മാനസികാവസ്ഥയുള്ള ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കമന്റുകൾക്കും ലൈക്കുകൾക്കും ഷെയറുകൾക്കും വേണ്ടിയിട്ട് മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ നിരന്തരമായിട്ട് ഇതുപോലെയുള്ള കള്ളപ്രചരണ വാക്യങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, മനസ്സിലാക്കുക. നമ്മൾ നോക്കിക്കാണേണ്ടത് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ചാനലുകളുടെ പ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ആ റിപ്പോർട്ടുകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ നിലപാടുകളും അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളും ചിന്തിക്കാൻ. ഇവരുടെ എല്ലാം വർത്താനം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ബി ജെ പി ഇപ്പോൾ തന്നെ അധികാരങ്ങളിൽ പുറത്തു പോകും, നരേന്ദ്രമോദി തോൽക്കും എന്നുള്ള രീതിയിലേക്ക്. എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ വോട്ട് കൊടുക്കേണ്ടത്? ഇപ്പോ ഈ പ്രധാനമായിട്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ഒരു വ്യക്തി ഇന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി ഓടിയെത്തുന്നത്, ഒരു അഭയാർത്ഥിയെ പോലെ ഓടിയെത്തുന്നത് വെറും മോശമാണ്. ഒരു ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് അധികാരമുള്ള സംസ്ഥാനങ്ങളിൽ മത്സരിക്കാതെ ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമുള്ള ഒരു സംസ്ഥാനത്ത് വന്നുകൊണ്ട് മത്സരിക്കുക, അതിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമല്ല. നിസ്സാരമായിട്ട് അധികാരത്തിൽ വന്ന് കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുപോലെ ഒരു തരം താന്ന രാഷ്ട്രീയ നിലപാടിലേക്ക് നമ്മുടെ രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് അതിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ പറ്റില്ല. ബി ജെ പി ഇവിടെ 400 സീറ്റുകൾ നേടാൻ ശ്രമിക്കുന്ന സമയത്ത് 50 സീറ്റെങ്കിലും തികച്ചു നേടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ന് ഈ രാജ്യത്തുള്ളൂ. 100 എന്നുള്ളതൊക്കെ അവരെ സംബന്ധിച്ച് ഇനി എന്താ പറയാ, ബാലി കയറാമലയാണ്. ഒരു കാരണവശാലും 100 സീറ്റുകളിലേക്കൊന്നും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒറ്റക്ക് ചെന്ന് അടുത്ത് എത്താൻ സാധിക്കില്ല. അപ്പോൾ ഇതേ ഒരു സാഹചര്യം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുമ്പോഴാണ് മമതാ ബാനർജിയുടെ സ്വന്തം തട്ടകമായിട്ടുള്ള പശ്ചിമ ബംഗാളിൽ നടക്കമുള്ള പ്രധാനപ്പെട്ട സർവേ ഫലങ്ങൾ ഇപ്പോൾ നിരന്തരമായിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ സർവേ ഫലങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാകും, നമ്മുടെ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് പിടിമുറുക്കമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് കരുത്തില്ലാത്ത ഒരു ഗ്രാമങ്ങളും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഗ്രാമങ്ങളിലേക്കും, എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ ഗ്രാമങ്ങളിലേക്കും ബി ജെ പിയുടെ പ്രവർത്തന പദ്ധതികൾ പൂർണ്ണമായിട്ടും എത്തിക്കൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിപ്രഭാവമുള്ള ഒരു വ്യക്തിയുടെ ആ ഒരു പേരും പ്രവർത്തന പദ്ധതിയുമെല്ലാം എല്ലാ സ്ഥലങ്ങളിലേക്കും പടർന്ന് പന്തലിക്കുകയാണ്.